ഹലോ ഗായ്സ്. മുംബൈ തോറ്റു. മുംബൈ തോറ്റു. മുംബൈ 8 നില പൊട്ടി. അയ്യോ, മുംബൈ ഫാൻസ് ഇവിടെ 5 കപ്പും പിടിച്ചോണ്ട് ഇപ്പൊ വരും. എടാ, ജയിക്കടാ, ടീം ഒന്ന് ജയിപ്പിക്കടാ. എവരുടെ ക്യാപ്റ്റൻസി, എവരുടെ ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ ചെറിയ ക്യാമിയോ 31 റൺസ്, 15 ബോൾഡ്, എത്ര 241 റൺസ് അടിച്ചു. എവിടെ സൂര്യകുമാർ യാദവ്? എവിടെ തിലക് വർമ്മ? എവിടെ? ആകെ കളിച്ചത് വിൽ ജാക്സൺ വെക്കിൽട്ടാണ്. മുംബൈ ഇന്ത്യൻസിന്റെ പേര് വന്ന് കളിച്ചത് വിദേശ താരങ്ങൾ. നാളുണ്ടോ മുംബൈ ഫാൻസ്? നാളുണ്ടോ മുംബൈ? എന്തോ തോൽവിയാടേ, തോൽവി. തോൽവിയായിരുന്നു നിങ്ങള്. എപ്പോഴോ ആലപ്പുറത്തിന്റെ തഴമ്പ് എന്ന് പറഞ്ഞ് ഇപ്പോഴും ആ തഴമ്പ് പിടിച്ച് നടക്കാണ്. എന്നാ ടീമാടേ, കരയും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വർഷം ശ്രമിക്കാം. എന്തായാലും ഈ വർഷം കിട്ടാൻ പോകില്ല. 6 കളിയൊക്കെ ജയിച്ച് കയറാണോ? കയറാണീസേ മീശി തടിയാൻ ഇങ്ങനെ എടുക്കും കേരള. 243 റൺസ് അടിച്ചെടുത്ത് മുംബൈ. ബുംറ വന്നു, അടിച്ച് മേശോട്ടില്ലേ. സലീലൊക്കെ നോ ലുക്കിംഗ് ഷോട്ട് 6. ബുംറേനെ അങ്ങനെ ബുംറ പോയി. അത് കഴിഞ്ഞിട്ട് ആരാ? ബോൾട്ടിന് നന്നായിട്ട് എറിഞ്ഞു, കുഴപ്പമില്ല, എന്നാലും കിട്ടി. അതിപ്പാടെ നന്നായിട്ട് എറിഞ്ഞു കേട്ടോ. പിന്നെ അശ്വിനി കുമാർ 2 41. എന്തുവാ ഗസൻഫർ വിക്കറ്റ് എടുത്ത് വിചാരിച്ചു ഇപ്പൊ തീർക്കുന്നു. എൻട്രി ക്ലാസ് വന്നിട്ട് കൊടുത്തു വിട്ടു. അഭിഷേക് ശർമ്മ ട്രാൻസിറ്റ് നിന്ന് തുടക്കത്തിൽ തന്നെ ആ ഒരു 6 ഓവർ പവർ പ്ലേ തന്നെ എല്ലാം തീർത്ത്. അത് കഴിഞ്ഞ് വന്ന ഹെൻറി ക്ലാസൻ എന്നെ പോലെ ഓടിക്കട്ടെ. ഓക്കെ, ഒരു സമാധാനത്തിൽ പതുക്കെ മുട്ടിയും തലോടിയും കളിച്ച നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡി, അവൻ ഔട്ട് ആയതിനു ശേഷം പോയ മുതലേ സൈലോ 10 ബോൾ 30 കളി തീർന്നറിയില്ല. ഈ പോസ്റ്റ് മാച്ച് ഷോയില് നമ്മുടെ ഹെൻറി ക്ലാസിനോട് സലീലോ ചോദിച്ചു, അച്ഛനെ ഞാനങ്ങ് ഫിനിഷ് ചെയ്തോട്ടെ. ഹെൻറി ക്ലാസ് പറഞ്ഞു, യാ ജസ്റ്റ് ഡു ഇറ്റ്. ആ കേൾക്കാൻ നോക്കിയിരുന്നു ചെറുക്കൻ. ബുംറേനെ കാലിച്ച് കഴിഞ്ഞ് ബുംറ ഒന്നും അല്ലാതെയാക്കി. 10 ബോൾ 30 ചിക്കൻ ക്ലോസ് ചെയ്താക്കുന്നു. പിന്നെ ഇവിടെ ക്ലാസ് ആണ് മാൻ ഓഫ് ദി മാച്ചായി. അതിന് പറയുന്നത് കൂടെ മോശമല്ലേ? അപ്പോ മുംബൈ ഇന്ത്യൻസേ, ഫാൻസേ, കണ്ണീരൊക്കെ അങ്ങ് തുടക്കട്ടോ. ഈ കൊല്ലം കപ്പ് പഞ്ചാബിന്റെ പിള്ളേരെടുക്കും കേട്ടോ. പഞ്ചാബിന്റെ പിള്ളേരെടുക്കും. എന്നാലും ഇവർ കളി തൊട്ടപ്പോൾ കിടന്ന് കുറെ എണ്ണം സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കണ്ടായിരുന്നു. പഞ്ചാബിനുള്ളതേ കപ്പ്. പിന്നെ ബാംഗ്ലൂരുകാരും ചെന്നൈക്കാരും മറ്റേത് ഫാൻസും നോക്കിയിരുന്നോ? പഞ്ചാബ് ഒരു കളി തോറ്റിട്ടുള്ളൂ, അവർ വീണ്ടും തിരിച്ചു വരും കേട്ടോ. 8 കളിയിൽ 1 കളി. അപ്പോ ബൈ. നാളത്തെ കളി നാളെ വരാം. ഗുഡ് നൈറ്റ്.